ഹേ ഗൈസ്, അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ തുടക്കമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് കാർ ഫോർ സെയിലാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ കാലം ഗൈസ് ഗെയിം റിലീസ് ആയിട്ട്, പക്ഷെ നമ്മൾ ഇതിൻ്റെ സീരീസ് ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഈ സീരീസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ടാക്കാം. അപ്പോൾ ഐശ്വര്യത്തോടെ തുടങ്ങല്ലേ നമുക്ക്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ടോ. എന്തെങ്കിലും നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടാക്കണ്ടേ. അപ്പോൾ ഗൈസ് ഇതാരാ? ഓ ഗൈസ്, ഇവിടെ ഒരു ബെഗറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഓ, അണ്ണനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണാവോ? ഹോംലെസ് ആണ് ചെങ്ങായി, ഹോംലെസ് ആണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്യാഷ് കൊടുക്കണം. ഗൈസ് ഇവനവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും ഇവനെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. നമ്മളെ ചിലപ്പോൾ സെക്യൂരിറ്റിക്കാരനായിട്ടായിട്ടും ഹയർ ചെയ്യാൻ പറ്റിയിരിക്കും. നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ചെങ്ങായിനെ നമുക്ക് എന്നേലും ഒരു ദിവസം എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറ്. പൊതുവെ ഇവിടെ കുറെ കച്ചറക്കാരിലൊക്കെ ഉണ്ടാവാറുള്ളല്ലോ. ഒക്കെ എന്തിയേ ഗൈസ്, ഇവിടെ കച്ചറൊന്നും ഇല്ല കേട്ടാ. ഓ, കിട്ടിയപ്പോൾ തന്നെ നമുക്ക് നല്ല വൃത്തിക്കാരിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നമ്മളെ ഓഫീസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ എന്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, ഇവിടെ ഒന്നും ഇല്ല. ഇതാണ് നമ്മളെ ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ. ചെറിയൊരു ആഡ് വന്നിട്ട് അതാണ് നമ്മൾ വീഡിയോ ഒന്ന് ഇതാക്കിയത്. ഇവിടെ എന്തപ്പോൾ ഉള്ളത് ഗൈസ്? നമ്മളെ കടയുടെ പേരൊന്നും മാറ്റാം. ഡെക്കറേഷനിലുണ്ടാവും. ഓഫീസ് ഓഫീസ് അപ്ഗ്രേഡ് വേണ്ട. ഡെക്കറേഷൻ നമ്മളെ പേര് മാറ്റണോടാ. സൈൻ ബോർഡ് തന്നെ നമുക്ക് വേണ്ടിയത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു പേരും കാര്യങ്ങളൊക്കെ സജഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയണേ. അതിന് ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ പേരും കാര്യങ്ങളൊക്കെ നമ്മളോട് സെലക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കൊരു റിവാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ടാവട്ടാ. തൽക്കാലം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ നമ്മളോട് സെറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ വേറെ നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ വണ്ടി എടുക്കണ്ട പോയിട്ട്. അതിന് നമ്മൾ ബസ് കയറി ഇവിടുന്ന് പോവണ്ടേ. ഓ, നമ്മൾ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതിന് മുമ്പ് ഇതെന്താണ് ഗൈസ്? നമുക്കിവിടെ ചാടാനൊക്കെ പറ്റൂട്ടാ. അതെന്താണ് ഗൈസ്? ഓ മച്ചാൻ, എനിക്ക് പണിയൊന്നുമില്ലടാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓ, നമ്മളെ കയ്യിൽ കാറില്ലാണ്ട് നമ്മൾ എന്ത് റിപ്പയർ ചെയ്യാൻ കൊടുക്കണ്? എല്ലാം കൈ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബസ് കയറിയിട്ടുണ്ടല്ലേ, നമ്മളെ കാർ എടുക്കാൻ അങ്ങോട്ട് പോവാ. നമുക്ക് എന്തായാലും ബസ് കയറിയിട്ടുണ്ടല്ലേ, നമ്മളെ കാർ എടുക്കാൻ അങ്ങോട്ട് പോവാ. ഓ, നമ്മൾ പ്ലേസിലെത്തിയടാ ഗൈസ്. ഇത് ഇവിടെ കുറേ എണ്ണം വണ്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒക്കെ ആക്കരി വണ്ടികളാവും ഗൈസ്. ഇതേതാ വണ്ടി ഗൈസ്? ഇതേത് വണ്ടി? എടാ, ഞാൻ കാണാത്ത വണ്ടികളൊക്കെ വല്ല റബ്ബ്. ഇത് ഏതാ വണ്ടി? ഓ, പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചെങ്ങൈനോട് ചോദിച്ചേക്കാം, ഈ വണ്ടിക്ക് ഏതാടാ? നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചേക്കാം. അപ്പോൾ വണ്ടി ഗൈസ്, ഇയാൾ പറയുന്ന പ്രൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 29,000 ഡോളറാണ് ഗൈസ്. 29,000 ഡോളറാണ് ചെങ്ങായി ചോദിക്കണത്. വേണ്ട ഗൈസ്, അതവിടെ ഇരിക്കട്ടെ. ഈ ഒരു പാട്ട വണ്ടിക്ക് 29,000 ഡോളറാണ് ഇഷ്ടം. ഓ, BM. ഇത് നമുക്ക് ചോദിച്ചേക്കാം, പ്രൈസ് എത്ര ചോദിച്ചേക്കാം. അപ്പോൾ പ്രൈസ് എന്തായാലും അത്യാവശ്യം ചോദിക്കും. ഓ, മതി ഞാൻ പോട്ടെ ഗൈസ്. അതൊന്നും നമ്മളെ കൊണ്ട് താങ്ങൂല. ഇതൊക്കെ ചോദിച്ചേക്ക് ഗൈസ്. ചിലപ്പോൾ പൊട്ടന്മാർ ചിലപ്പോൾ എന്താണിത് 10,000 ഡോളറിനൊക്കെ എടുത്ത് തന്നാൽ അത്രക്കും നല്ലല്ലേ. ഓ, ചീപ്പ്. ഇതല്ല എൻ്റെ ചീപ്പ്. ഒന്ന് പോയടൊക്കെ ഒന്ന് 46,000 ഡോളറാ. ഇതേതാ വില? ചെങ്ങായി പറഞ്ഞിട്ടില്ല. ഇവിടെ അല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്. ഇവിടെ ഈ ചങ്ങായിമാരും തരൂല. അപ്പോൾ ഇതങ്ങണ്ട് എടുക്കാണ് ഗൈസ്. 29,000 പോട്ടെ ഗൈസ്, നമുക്ക് എന്തായാലും എടുക്കാം. ഒന്ന് താഴെ വണ്ടി ഇല്ല. നമുക്ക് കാർ ഓടിച്ചങ്ങോട്ട് പോവാ. എനിക്ക് വണ്ടി ഓടിച്ച് പോയാൽ മതി. വണ്ടി ഓടിച്ച് പോകണോ? വണ്ടി ഓടിച്ച് പോകാൻ എന്ത് ചെയ്യൂ? എൻ്റെ അടിക്കണോ അല്ലേ ഗൈസ്? നമ്മൾ വണ്ടി ഓടിച്ച് പോകണം ഗൈസ്. വണ്ടി ഓടിച്ച് പോകണ്. വണ്ടിയെ എവിടെയാണ് നമ്മളെത്തി? നമ്മുടെ കട എവിടെയാണ് ഗൈസ്? നമ്മുടെ കാർ ഷോറൂം എവിടെ ഗൈസ്? അവിടേക്ക് ഞാൻ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും ഗൈസ്. ഞാൻ ഫസ്റ്റ് എടുത്ത വണ്ടി ഞാൻ അവിടേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ എന്താണ്? നമുക്ക് പോവാ. പക്ഷെ ഇതിൽ മാപ്പൊന്നും ഇല്ലടേ. മാപ്പ് നോക്കാൻ പറ്റില്ല. അവിടെ നിർത്തണ വണ്ടി ബ്രേക്കും. നമ്മുടെ ഷോറൂം എത്തി ഗൈസ്. എന്തെങ്കിലും വണ്ടി ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. അവിടെ നിർത്തി. ഇനി പുറങ്ങാൻ നമ്മളെ കണ്ടെയ്നറിക്ക് പോകണം. നമ്മളെ വീട് എവിടെ ഗൈസ്? എന്തെങ്കിലും ഒന്ന് നേരം വിളിപ്പിക്കട്ടെ, എന്നിട്ട് കാണിച്ചുതരാം. കാരവാനാണ് ഗൈസ്, അല്ലാണ്ട് നമ്മൾ വീടൊന്നുമല്ല. നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് വീടും കാര്യങ്ങളൊക്കെ എടുക്കാൻ. നമുക്ക് നേരെ എന്തായാലും നമ്മളെ ഓഫീസിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടാ. അപ്പോൾ ഇന്നലെ ആ കൊടുന്ന വണ്ടി എന്തിയേ? എന്താ വണ്ടറിന് മേലെ എന്തൊക്കെ ഉണ്ടല്ലോ. അത് ശരി, പാട്ടൊന്നും ഇതൊന്നും ആക്കാൻ കഴിയൂല അല്ലേ? അപ്പത്തിന് ആൾക്കാർ കൊടുന്ന് വേസ്റ്റ് ഇടും. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഡേ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രാഷ് കളക്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇടാം. അലങ്കോലാക്കി ഒന്നും ഇടരുത്, അതൊന്നും ചെയ്യാൻ പാടില്ല.
ഗൈസ് ഇതെന്താണ് ഇവിടെ ഈ വണ്ടിക്ക് ഇന്നലെ എടുക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ആളാലേക്കല്ലേ. ഓക്കെ നമ്മളെ അവനെന്തായാലും വെറുതെ നമുക്ക് ഇവനക്ക് തന്നെ വണ്ടി കൊണ്ടു കൊടുക്കാം. ഗൈസ് വണ്ടി മറ്റേ ചളിയൊന്നും പോയിട്ടില്ലല്ലോ. അത് എന്ത് റിപ്പയറിംഗ് ആണ്. പറഞ്ഞ പോലെ വണ്ടി വാഷിങ്ങിന് കൊടുത്താലേ ചളി പോവുള്ളൂ. എന്താണ് ഓക്കെ നമ്മുടെ വണ്ടി റിപ്പയർ ആയിട്ടുണ്ട്. അവിടെ വണ്ടി റിവേഴ്സ് വരുന്നില്ല. എപ്പോഴും വണ്ടിക്ക് ചെറിയ പ്രശ്നം കാണലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സർവീസ് എവിടെ? സർവീസിന് കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മളെ വണ്ടിനെ കുളിപ്പിക്കാൻ നമ്മൾ കേട്ടുകയാണ്. എടാ ബ്രേക്കൊന്നും ഇല്ലട്ടോ ഇതിന്. മാറിക്കങ്ങ ഇയാൾക്കൊക്കെ എന്ത് പണി ഇവിടെ. എന്തായാലും ഈ ചെങ്ങായോടൊന്ന് പറഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് വാഷ് ചെയ്യിപ്പിക്കട്ടെ. വെറുതെ ഇവിടെ വരെ വന്നു ഒരാവശ്യമില്ല. എന്തായാലും ഈ വണ്ടി ജസ്റ്റ് ഞാൻ ഓടിച്ച് പോയിക്കൊണ്ട് ഞാൻ ഇപ്പൊ അതിനുള്ള ഒന്നും ചെയ്യൊന്നും വേണ്ട. ഓ എടുക്കുമട്ടെ നമുക്ക് എന്തായാലും വണ്ടി സെയിലാക്കട്ടെ. ഫസ്റ്റ് വണ്ടി നമുക്ക് എങ്ങനെയും സെയിലാക്കാം. നോക്കട്ടെ നമ്മുടെ കാർ അവിടെ കാറ് സെയിലിന് ഇട്ടിട്ടുണ്ട്. ബിഗ് സെയിലാ. കൊറേ ബിഗ് സെയിലാ. നമ്മള് കട ഓപ്പൺ അല്ലേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ഇട്ടല്ലേ. ഓഫീസ് ഈസ് ഓപ്പൺ. ഇനി ആരിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം ഗൈസ്. പോണവരൊന്നും പട്ടി വില പോലും തരുന്നില്ല നമുക്ക്. എന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ആക്കട്ടെ ഗൈസ്. ആരിൽ വരാണ്ടിരിക്കില്ല. ഇവിടെ ഈ നാട്ടിലുള്ള ഒരു പൊട്ടന്മാരാണ് ഗൈസ്. ഉണ്ടാവുമാരെ നമുക്ക് പറ്റിച്ചുകൂടാം. കാലങ്ങൾക്ക് ശേഷം ഒരു ചെങ്ങഞ്ഞാലൊക്കെ വന്നിട്ടുണ്ട്. ആള് പോവാൻ സമ്മതിക്കരുത്. ഞാൻ വണ്ടി ഇഷ്ടപ്പെട്ടാ നമ്മള് $40,000 കൊടുക്കുന്നത്. നിങ്ങളൊരു പ്രൈസ് പറയേ ഗൈസ്. ആള് ഈ പ്രൈസിന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ എന്താക്കണ് നമുക്ക് സെല്ലാക്കല്ലേ. ഓക്കെ ഗൈസ് വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പാർട്ടും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലൂടെ ഞാൻ എന്തായാലും അടുത്ത പാർട്ടിൽ നമുക്ക് വേറൊരു വണ്ടി വാങ്ങിച്ചിട്ട് സെയിലാക്കാം. അപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ലെങ്ത് ഒക്കെ കുറയായിരിക്കാം. എന്നാലും ഗൈസ് വീഡിയോ അങ്ങോട്ട് ഇതാക്കുമ്പോൾ ഇതാവുന്നില്ല ഗൈസ്. നമുക്ക് വലിച്ചങ്ങോട്ട് നീട്ടി കൊണ്ടുപോകണ്ട. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് കാണാം. എന്താണ് ഗൈസ് നല്ല തുള്ളി കളിക്കാൻ നല്ല രസമുണ്ട്. എൻ്റെ ഫസ്റ്റ് കാർ സെയിലായേ ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിൽ വരാട്ടെ. ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോട്ടെ. മതിയായി ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്ത പാർട്ടി കാണാം. ബൈ ഗൈസ്.